മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന വിലയിരുത്തൽ. വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ പരിഗണിക്കുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനം 25-ന് ആരംഭിക്കാനിരിക്കെയാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും BJP സഖ്യം വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. മഹാരാഷ്ട്രയിൽ NDAയ്ക്ക് ഭരണത്തുടർച്ചയാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുമെല്ലാം മഹാരാഷ്ട്രയിൽ BJPക്ക് മേൽക്കൈ നൽകി. ഒപ്പം കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനവും തെരഞ്ഞെടുപ്പ് ആയുധമാക്കി. വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയ BJP ഒരുമിച്ച് നിൽക്കുക എന്ന സന്ദേശമാണ് ഹൈന്ദവ വോട്ടർമാർക്ക് നൽകിയത്. ഹരിയാന മഹാരാഷ്ട്രയിൽ ആവർത്തിക്കുമെന്ന് BJP ക്യാമ്പ് വിശ്വസിക്കുന്നു. ജാർഖണ്ഡിലാകട്ടെ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുടർഭരണമാണ് BJPയുടെ ലക്ഷ്യം. ഹേമന്ത് സോറനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും ഇന്ത്യ മുന്നണി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും അഭിപ്രായപ്പെടുന്നത്. എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് പോലെ 2 സംസ്ഥാനങ്ങളിലും NDA നേട്ടമുണ്ടാക്കിയാൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ പുനഃസംഘടനയിലേക്ക് കടക്കുന്ന BJPക്ക് അത് കൂടുതൽ കരുത്ത് പകരും. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരാനിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ എക്സിറ്റ് പോളുകളെയൊക്കെ മുൻപ് തന്നെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയം തന്നെയാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ഊന്നിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെയും പരിപാടികളൊക്കെയും നടന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പ്രചാരണ പരിപാടികളിൽ കൂടുതൽ സജീവമായി. ഒപ്പം തന്നെ ഇപ്പോൾ എക്സിറ്റ് പോളുകളും കൃത്യമായൊരു ഫലം പ്രവചിക്കുകയാണ്. ഇത്തരത്തിൽ BJPക്ക് നേട്ടമുണ്ടാകും എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, 2 സംസ്ഥാനങ്ങളുടെയും എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമാണ്. ഇന്നലെ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാരിന് ഭരണ തുടർച്ചയാണ് പ്രവചിക്കുന്നത്. ജാർഖണ്ഡിൽ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടെ BJPയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു ഫലം തന്നെയാണ് പുറത്തു വരുന്നതെങ്കിൽ സ്വാഭാവികമായും അത് BJPക്കും ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാകും. കാരണം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ആ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് മാത്രമാണ് ഈ നിർണായകമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. മഹാരാഷ്ട്ര നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനവും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന നഗരങ്ങളൊക്കെ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. RSSന്റെ ആസ്ഥാനം നിലകൊള്ളുന്ന നാഗ്പൂർ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. ഒപ്പം മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതും ഒരു വസ്തുതയാണ്. കാരണം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം എന്ന നിലയിലാണ് ആ സ്വാധീനം കൂടുതൽ അരക്കെട്ടുറപ്പിക്കാൻ സാധിക്കുക. അതിനാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാകും. ജാർഖണ്ഡിനെ സംബന്ധിച്ച് ആ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം പല രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിന്ന ഒരു സംസ്ഥാനമാണ്. പലപ്പോഴും കൂടുവിട്ട് കൂടുമാറുകയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ജയിലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ അടുത്ത കാലത്ത് വരെ ജാർഖണ്ഡിൽ കണ്ടിരുന്നു. അതിനാൽ അവിടെ ഒരു സുസ്ഥിരമായ സർക്കാർ തുടർച്ചയായി 5 വർഷം ഭരിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം BJP നടത്തുന്നുണ്ട്. കാരണം BJPക്ക് മാത്രമാണ് മുൻപ് രഘുബർ ദാസിലൂടെ അത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞത്. അതിനാൽ ഇത്തവണ BJP തന്നെ ജാർഖണ്ഡിലും ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന എക്സിറ്റ് പോൾ സർവേകൾ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലുള്ള ഫലം തന്നെയാകും അടുത്ത ദിവസം പുറത്തു വരിക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നാളത്തെ ഒരു ദിവസമാണുള്ളത്. അത് കഴിഞ്ഞ് 23-ാം തീയതി രാവിലെ 8 മണിക്ക് 2 സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. വിഷ്ണു, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.